പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ ഒരു പഠനകാര്യത്തിലേക്ക് നിങ്ങൾ ഏവരുടെയും ശ്രദ്ധ ഞാൻ നേടുന്നു. പ്രാരംഭത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നന്ദി കർത്താവേ, സ്തോത്രം. ഈ പഠനചിന്ത എൻ്റെ കർത്താവ് നൽകി തന്നതിനായി നന്ദി കർത്താവേ, സ്തോത്രം. ഇത് അനേകരിൽ എത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണം. കേൾക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടോടുകൂടെ വേദപുസ്തക അടിസ്ഥാനത്തിൽ ചിന്തിക്കുവാൻ കർത്താവ് കൃപയൊരുക്കണം. അനേകർക്ക് ഇത് പറഞ്ഞു കൊടുക്കുവാൻ, ഇത് മനസ്സിലാക്കി കൊടുക്കുവാൻ, ക്രിസ്തീയ സത്യം എന്താണെന്ന് തിരിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കി തീർക്കണം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. മുഖവുര എന്ന് പറയുന്നത്, ഹല്ലേലൂയ, സ്തോത്രം. ഇന്നത്തെ നമ്മൾ ആരംഭിക്കുന്ന പഠനചിന്ത ക്രിസ്തീയ വിശ്വാസ സ്നാനമെന്ന സബ്ജക്റ്റാണ്. ക്രൈസ്തവ വിശ്വാസത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സ്നാനം. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് പുതിയ നിയമ സഭയ്ക്ക് നൽകിയ 2 വലിയ പ്രാധാന്യമേറിയ കൽപ്പനകളിൽ ഒന്നാണ് വിശ്വാസ സ്നാനം, മറ്റൊന്ന് തിരുത്താള ശുശ്രൂഷ. അപ്പോൾ യേശു കർത്താവ് സഭയ്ക്ക് നൽകിയ ഓർഡിനൻസിൽ 2 ഓർഡിനൻസ്, അതിൽ ഒന്ന് ബാപ്റ്റിസം, മറ്റൊന്ന് ഹോളി കമ്മ്യൂണിയൻ. ഹല്ലേലൂയ, സ്തോത്രം. വിശ്വാസ സ്നാനം എന്നത് ഒരിക്കലായി ഏൽക്കുന്നതാണ് എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമുക്കത് കാണുവാൻ കഴിയും. എഫേഷ്യൻസ് ചാപ്റ്റർ 4 വേഴ്സ് 5. ബാപ്റ്റിസം എന്നത് ഒരിക്കലായിട്ട്. പക്ഷേ മറ്റൊരു ശുശ്രൂഷ, മറ്റൊരു കൽപ്പന ദൈവം തന്നിരിക്കുന്നത്, കർത്താവ് തന്നത് ഹോളി കമ്മ്യൂണിയൻ. അത് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ കൂടി വരുമ്പോഴൊക്കെയും, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്നരുളി ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഇനിയുള്ള പഠനം നമ്മൾ ആഗ്രഹിക്കുന്നു 2-3 എപ്പിസോഡ് കൊണ്ട് അല്ലെങ്കിൽ പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഒരു പഠനം പൂർത്തീകരിക്കാൻ ദൈവനാമത്തിൽ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് എങ്ങനെ ലീഡ് ചെയ്യുന്നു, എങ്ങനെ നടത്തുന്നു, ആ ഒരു നടത്തിപ്പിൽ നമുക്കത് ചെയ്തു തീർക്കുവാൻ കർത്താവ് കൃപയൊരുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ഈ സബ്ജക്റ്റ്, ഹല്ലേലൂയ, സ്തോത്രം, ബാപ്റ്റിസം. ഈ സ്നാനം എന്നതിൽ എപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ്. അതായത് ചർച്ചയാകുന്ന വിഷയമാണ്, ഡിബേറ്റ് നടത്തുന്നതാണ്. ഇതിനെ ഒട്ടുമിക്ക എല്ലാ സഭകളും വിശ്വാസികളും ക്രൈസ്തവർ എല്ലാവരും ഇതിനെ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. അപ്പം ചർച്ച എന്തില്ല എന്ന് ചോദിച്ചാൽ ചർച്ച വരുന്നത് എങ്ങനെ എടുക്കുന്നു എന്നതിലും എടുക്കുന്ന ആളുടെ യോഗ്യത, എലിജിബിലിറ്റി എന്താണ്, ഈ 2 വിഷയത്തിലുമാണ്. എലിജിബിലിറ്റി എന്ന് വരുമ്പോൾ എപ്പോഴും വരുന്ന വിഷയം ഏജാണ്. ഒരു വ്യക്തി ഏത് ഏജിലാണ് ഇത് എടുക്കേണ്ടത് എന്ന വിഷയത്തിൽ ഇങ്ങനെയൊക്കെയാണ് ചർച്ചകൾ വരുന്നത്. സാൽവേഷൻ ആർമി, ക്വക്കേഴ്സ്, ബിലീവേഴ്സ് എന്ന ഈ 2 കൂട്ടരല്ലാതെ മറ്റെല്ലാവരും ഇത് അംഗീകരിക്കുന്നു, ഇത് ആചരിക്കുന്നു. പക്ഷേ വിഷയം ഇത് എങ്ങനെ ചെയ്യുന്നു, ആരിത് എടുക്കാൻ യോഗ്യന്മാർ, എലിജിബിലിറ്റി ആർക്കാണുള്ളത് എന്നതിലാണ് നമുക്ക് പലയിടത്തും ചർച്ചകൾ ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ വിശ്വാസ സ്നാനം എടുത്തവർ ഒരിക്കൽ കൂടി ശോധന ചെയ്തു നോക്കാം, ഈ ഒരു അടിസ്ഥാനത്തിലാണോ നമ്മൾ എടുത്തത്. വിശ്വാസ സ്നാനം മാറ്റിവെച്ചിരിക്കുന്നത് ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതിനായി സമർപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉള്ള ഒരു പഠനമാണ് ഈ വിശ്വാസ സ്നാന എന്ന പഠനം, വാട്ടർ ബാപ്റ്റിസം. വേദപുസ്തകത്തിൽ ആദ്യമായിട്ട് പ്രാരംഭമായിട്ട് നമ്മൾ സ്നാനത്തെക്കുറിച്ച് നോക്കുമ്പോൾ യോഹന്നാൻ സ്നാപക യോഹന്നാൻ നൽകിയ മാനസാന്തര സ്നാനത്തെക്കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. അതിനു മുൻപും യഹൂദന്മാരുടെ ഇടയിൽ സ്നാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പല ലിറ്ററേച്ചർ, സ്ക്രിപ്ചർ, വേർഡ് ഓഫ് ഗാഡ് അല്ല, പല
ലിറ്ററേച്ചർ, എഴുത്തുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എണ്ണ കൊണ്ടുള്ള എണ്ണ കൊണ്ട് ഒഴിച്ച് ശുദ്ധീകരിക്കുന്നതിനെയും അവർ ആ ഒരു അർത്ഥത്തിൽ കാണുകയായിരുന്നു. ചരിത്രം അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പ്രൊസീലൈറ്റ് സ്നാനം എന്ന ഒരു സ്നാനം കൊടുത്തിരുന്നു യഹൂദന്മാരുടെ ഇടയിൽ യേശുക്രിസ്തുവിന് മുമ്പ്. സ്നാപക യോഹന്നാന് മുമ്പ് ഒരു സ്നാനം യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അത് പ്രൊസീലൈറ്റ് സ്നാനം എന്ന് നമ്മൾ എഴുത്തുകൾ മുഖാന്തരം അതിൻ്റെ പ്രൂഫ്സ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അത് മുഖാന്തരം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ സ്നാനം അവരെന്തിനാ കൊടുത്തതെന്നാൽ പരിച്ഛേദനയേറ്റ്, സർക്കംസിഷൻ ചെയ്ത് അത് ഏറ്റ് സത്യദൈവത്തെ, ഏകദൈവത്തെ വിശ്വസിക്കുന്ന ജാതികളായിരുന്നിട്ട് സത്യദൈവത്തെ വിശ്വസിച്ച് യഹൂദന്മാരുടെ മതം സ്വീകരിക്കുന്നവർക്ക് കൊടുത്തിരുന്ന സ്നാനമാണ് പ്രൊസീലൈറ്റ് സ്നാനം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അവർ വെള്ളത്തിൽ മുക്കിയിരുന്നു. പ്രൊസീലൈറ്റ് സ്നാനം. നമ്മൾ 2 സ്നാനത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ പഠിച്ചു. ഒന്ന് സ്നാപക യോഹന്നാൻ നൽകിയിരുന്ന മാനസാന്തരത്തിൻ്റെ സ്നാനം. മറ്റൊന്ന് അതിനു മുമ്പ് നൽകപ്പെട്ട പ്രൊസീലൈറ്റ് സ്നാനം. 2ൻ്റെയും കാര്യം ഞാൻ പറഞ്ഞു, നമ്മൾ പഠിച്ചു. മൂന്നാമതായിട്ട് യേശു കർത്താവ് സ്നാനമേറ്റതിനെ കുറിച്ച് നമുക്ക് വേദപുസ്തകത്തിൽ തെളിവുകൾ ഉണ്ട്. യേശു കർത്താവ് സ്നാനമേറ്റു. യേശു കർത്താവിന് മാനസാന്തര സ്നാനത്തിൻ്റെ ആവശ്യം ഉണ്ടോ? തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല. കാരണം വേദപുസ്തകത്തിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും യേശു കർത്താവിൻ്റെ ദൈവത്വവും യേശു കർത്താവിൻ്റെ മനുഷ്യത്വവും. യേശു കർത്താവ് 100% ദൈവമായിരുന്നു, അതുപോലെ 100% മനുഷ്യനായിരുന്നു. അപ്പോൾ യേശു കർത്താവിന് ഒരു മാനസാന്തരത്തിൻ്റെ സ്നാനത്തിൻ്റെ ആവശ്യമില്ല. കാരണം പാപം ചെയ്ത ഒരു മനുഷ്യനാണ് മാനസാന്തര സ്നാനം ഏൽക്കേണ്ടത് എന്ന് യോഹന്നാൻ സ്നാപകൻ കൽപ്പിച്ചു. അതിനാണ് സ്നാനം കൊടുത്തിരുന്നത്. ഇവിടെ നമുക്ക് യേശു കർത്താവിന് പാപം ഇല്ല എന്ന് വചനം വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. ഏത് ഭാഗങ്ങളിലാണെന്ന് ഞാൻ പറയാം, നിങ്ങളത് ധ്യാനിക്കണം. ഞാനിവിടെ വചനം വായിക്കുന്നില്ല, പക്ഷേ നിങ്ങളത് ധ്യാനിക്കണം. പട്ടണ ജനം എങ്ങനെ വചനത്തെ ആരാഞ്ഞു, പറയുന്നത് ശരിയാണോ എന്ന് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളത് എന്ത് ചെയ്യണം? ആരായണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ എബ്രായർക്ക് എഴുതിയ ലേഖനം 4:15, ഹീബ്രു ചാപ്റ്റർ 4:15, അതുപോലെ തന്നെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:21, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5:21. ഒരു വചന റെഫറൻസ് കൂടെ പറയാം. 1 പത്രോസ് 2:22, 1 പീറ്റർ ചാപ്റ്റർ 2:22. ഈ വചനഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും ജീസസ് ഹാഡ് നോ സിൻ. യേശു കർത്താവ് പാപം ചെയ്തിട്ടില്ല. പാപം ചെയ്യാത്ത യേശു കർത്താവ് എന്തിനാണ് സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റത് എന്ന ചോദ്യം നിങ്ങൾക്ക് ഉയർന്നു വരും. അതിനുള്ള ഉത്തരം പറയാം. യേശു കർത്താവ് സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ എടുത്ത സ്നാനം മാനസാന്തര സ്നാനമല്ല, മറിച്ച് ആ ഒരു വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ, മത്തായി സുവിശേഷം 3-ാം അധ്യായം 13-ാം വാക്യം മുതൽ 17-ാം വാക്യം വരെ നമുക്ക് വായിക്കുമ്പോൾ, അവിടെയാണ് യേശു കർത്താവ് യോർദാൻ നദിയിൽ വന്ന് സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നത്. യേശു കർത്താവ് വരുമ്പോൾ തന്നെ സ്നാപക യോഹന്നാൻ യേശു കർത്താവിനോട് ചോദിക്കും, കർത്താവേ, അങ്ങയുടെ കൈക്കീഴിൽ സ്നാനമേൽക്കേണ്ടത് ഞാനാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങ് എൻ്റെ മുമ്പിൽ വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ നീ, ഹല്ലേലൂയ, സ്തോത്രം, സമ്മതിക്കാം. ഇപ്പോൾ നീ
സമ്മതിക്കുക എന്ന് പറയും. ഇങ്ങനെ എല്ലാ നീതിയും നടപ്പിലാക്കുവാൻ എന്താണ് നീതി? നീതി എന്നാൽ ശരിയല്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ജസ്റ്റ് ശരി. അക്കാലത്ത് പിതാവാം ദൈവം വച്ചിരുന്ന ഒരു നീതിയാണ് യേശു കർത്താവ് സ്നാനമേൽക്കണമെന്ന്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയാം. യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക്, താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പിതാവിന് അവൻ സമനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഫിലിപ്പിയർക്ക് ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, പിതാവിന് അവൻ സമനാണ്. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷെ സ്വർഗം വിട്ടിറങ്ങി മാനവരാശിക്ക് വേണ്ടിയിട്ട് ഇറങ്ങി വന്നു, മനുഷ്യനായി ജനിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ക്രൂശിൽ മരിച്ച് മാനവരാശിയുടെ രക്ഷയ്ക്കായി അവൻ വഴി തുറന്നു തരികയായി. ഹല്ലേലൂയ, സ്തോത്രം. ഈ യേശു കർത്താവ് പിതാവാം ദൈവത്തിന്റെ നീതി നടപ്പിലാക്കുവാൻ എന്തു ചെയ്തു? സ്നാനമേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. ഇനിയും പറയാം, ഈ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ ഹിതം നിറവേറ്റുവാൻ അല്ല. യോഹന്നാന്റെ സുവിശേഷം 6:38 പറയുന്നു, He came to do the will of his Father. പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പോൾ യേശു കർത്താവ് സ്നാപക യോഹന്നാന്റെ ഇടത്തിൽ പറയുന്നത്, നീ ഇപ്പോൾ സമ്മതിക്കുക ഇങ്ങനെ എല്ലാ നീതിയും നടപ്പിലാക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശു കർത്താവ് നീതി, പിതാവാം ദൈവത്തിന്റെ നീതി അനുസരിച്ച് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അതൊരു മാനസാന്തര സ്നാനം അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് സ്നാനമെടുത്തു, യേശു കർത്താവ് സ്നാനം കൊടുത്തിരുന്നു. മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്? വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിച്ചു. ജനറലായിട്ട് ഒരു എക്സ്പ്ലെയിൻ പറയുകയാണെങ്കിൽ, പിന്നത്തേതിൽ ഇപ്പോൾ തന്നെ അനേകർ സ്നാനമെടുക്കാതെ മാറി നിൽക്കുമ്പോൾ, പല ഒഴിവുകൾ പറഞ്ഞു മാറി നിൽക്കുമ്പോൾ, യേശു കർത്താവ് സ്നാനം എടുത്തിട്ടില്ലെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന യേശു കർത്താവ് സ്നാനമെടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ വേണ്ടിയിട്ട് കൂടെയാണ് യേശു കർത്താവ് എന്ത് ചെയ്തു? സ്നാനമേറ്റത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ, സ്തോത്രം. യേശു കർത്താവ് സ്നാനമേറ്റു, യേശു കർത്താവ് സ്നാനം കൊടുത്തു എന്നും വേദപുസ്തകത്തിൽ റെഫറൻസ് ഉണ്ട്, കൊടുത്തിരുന്നു. യേശു കർത്താവും ശിഷ്യന്മാരും സ്നാനം കൊടുത്തിരുന്നു. അപ്പോൾ ഇങ്ങനെ അനേക ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ഇടയിൽ, ഹല്ലേലൂയ, സ്തോത്രം, യേശു കർത്താവ് സ്നാനമേറ്റില്ലെങ്കിൽ അത് ഒരു വിഷയമാണ്. പക്ഷേ പാപമില്ല എന്ന് പറയുന്ന നിങ്ങളുടെ യേശു കർത്താവ് എന്തിനാണ് സ്നാപക യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേറ്റു എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇങ്ങനെ എല്ലാ നീതിയും നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നീ സമ്മതിക്കുക എന്ന് കർത്താവ് പറഞ്ഞത്. വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇത് ഗ്രഹിക്കുന്നവർ, വളച്ചൊടിക്കുന്നവർക്കാണ്, ഹല്ലേലൂയ, സ്തോത്രം, സത്യം മനസ്സിലാകാതെ പോകുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യത്തോടുകൂടെ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. ഇനി ശിഷ്യന്മാർ സ്നാനമേറ്റിരുന്നു. അത് ഏത് സ്നാനമാണ്? യേശു കർത്താവിനെ വിശ്വസിച്ച് അവൻ്റെ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ വിശ്വസിച്ച് ഒരു കൂട്ടം ജനം എന്ത് ചെയ്തു? സ്നാനമേറ്റിരുന്നു. ശിഷ്യന്മാരുടെ കയ്യിൽ, യേശുവിൻ്റെ കയ്യിൽ സ്നാനപ്പെട്ടിരുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ഡയറക്റ്റ് മെസ്സേജ് കേട്ടിട്ട് വിശ്വസിച്ചവരെ യേശുവിൻ്റെ സൂപ്പർവിഷനിൽ എന്ത് ചെയ്തു? ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി. യേശു കർത്താവും ഒരിടത്തിൽ സ്നാനം കൊടുത്തതായിട്ട് രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് വേദപുസ്തകത്തിൽ.
ക്രിസ്തീയ വിശ്വാസ സ്നാനം, ഈ പറയപ്പെട്ട നമ്മളിപ്പോൾ ചിന്തിച്ച സ്നാപക യോഹന്നാൻ നൽകിയ സ്നാനം, മാനസാന്തര സ്നാനം, അതിനു മുമ്പായിട്ട് യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന പ്രൊസിലൈറ്റ് സ്നാനം, ഹല്ലേലൂയ സ്തോത്രം, യേശു കർത്താവ് സ്നാപക യോഹന്നാന്റെ കൈക്കിടിയെടുത്ത സ്നാനം, നീതിയുടെ സ്നാനം, ഹല്ലേലൂയ സ്തോത്രം, നീതി നിറവേറ്റുവാൻ, നീതി നടപ്പിലാക്കുവാനുള്ള സ്നാനം, യേശു കർത്താവിൻ്റെ ഡയറക്റ്റ് മെസ്സേജ് കേട്ട് ഒരു കൂട്ടം ജനം സ്നാനപ്പെടുവാൻ മുൻപോട്ട് വന്നു. ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി, ശിഷ്യന്മാരും സ്നാനമേറ്റിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ യേശു കർത്താവ് ദൈവമക്കളായ നമുക്ക് പുതിയ നിയമസഭയ്ക്ക് നൽകിയ സ്നാനം തികച്ചും ഇതെല്ലാം വ്യത്യസ്തമാണ്. നമ്മളിപ്പോൾ പഠിച്ച സ്നാനത്തിൽ നിന്നും ഒരു വ്യത്യാസമുള്ളതാണ്. ഇറ്റ്സ് എ ഡിഫറൻസ്, ടോട്ടലി ഡിഫറൻസ്. അങ്ങനെ പറയുവാൻ കാരണം, നിങ്ങൾ റോമാലേഖനം 1:6-7 വചനങ്ങൾ, 1 മുതൽ 6-7 വചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയും. യേശു കർത്താവ് നൽകിയ ഈ സ്നാന കൽപ്പന നമ്മൾ അനുസരിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? റോമാലേഖനം 6:1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, മരിച്ചു, യേശു കർത്താവ് എന്ത് ചെയ്തു? മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അതുപോലെ ഒരു വ്യക്തി സ്നാനമേൽക്കുമ്പോൾ യേശു കർത്താവിനോടുകൂടെ മരിക്കുന്നു. വെള്ളത്തിൽ മുങ്ങുമ്പോൾ യേശു കർത്താവിനോടുകൂടെ അടക്കപ്പെടുന്നു. വെള്ളത്തിൽ നിന്നും തിരികെ വെളിയെ പുറത്തു വരുമ്പോൾ യേശു കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ ഒരു ശുശ്രൂഷയിൽ യേശുവിനോടുകൂടെ ഏകീഭവിക്കുന്നതാണ് ഈ സ്നാനം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ എത്ര ഭാഗ്യം ചെയ്തവരാണെന്നൊന്നും മനസ്സിലാക്കണം. ഹല്ലേലൂയ സ്തോത്രം. മറ്റുള്ള സ്നാനത്തിനേക്കാൾ ഏറെ പ്രാധാന്യമേറിയതാണ് യേശു കർത്താവ് നമുക്ക് നൽകിയ ഈ കൽപ്പന. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവിൻ്റെ കാലത്തിന് മുമ്പ് ചെയ്തിരുന്നത്, യേശു കർത്താവിൻ്റെ കാലത്തിൽ ചെയ്തിരുന്ന സ്നാനത്തിനെ പോലെ അല്ല, അതിനേക്കാട്ടിലും ഏറ്റവും പ്രാധാന്യമേറിയതാണ്. യേശു കർത്താവ് അക്കാലത്തിൽ ഒരു മാതൃക കാണിച്ചു തന്നു. പക്ഷേ അതിൻ്റെ ഒരു പൂർത്തീകരണം നമ്മളിലൂടെ യേശു കർത്താവ് ചെയ്തെടുക്കും. യേശു കർത്താവ് അക്കാലത്തിൽ കാണിച്ചു തന്നതും, യേശു കർത്താവ് ജീവിച്ച കാലത്തിൽ കാണിച്ചു തന്നതും, സ്നാപക യോഹന്നാൻ കാണിച്ചു തന്നതും ഒരു മാതൃകയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. പക്ഷേ അതിൻ്റെ തികച്ചും പൂർത്തീകരണം ദൈവമക്കളായ നമ്മളിലൂടെയാണ് കർത്താവ് ചെയ്തെടുക്കുന്നത്. കാരണം ഇതിനു മുമ്പ് പറഞ്ഞ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ ആ സ്നാനമെടുത്തവർ ആരും യേശു കർത്താവിനോട് കൂടെ മരിച്ചിട്ടില്ല, അടക്കപ്പെട്ടിട്ടില്ല, ഉയർത്തെഴുന്നേറ്റില്ല. കാരണം യേശു കർത്താവ് ജീവനോടുണ്ടായിരുന്നു. യേശു കർത്താവിൻ്റെ മരണത്തിനു ശേഷമാണ്, യേശു കർത്താവിൻ്റെ അന്തിമ കൽപ്പനയാണ്, ഹല്ലേലൂയ സ്തോത്രം, ഈ 2 കൽപ്പനകൾ നമുക്ക് തന്നിരിക്കുന്നത്. മത്തായി സുവിശേഷം 28-ാം അധ്യായം, അതായത് യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാരോടൊപ്പം 40ഓളം ദിവസം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് സ്വർഗാരോപണം ചെയ്യുന്നതിന് മുമ്പ് കൊടുത്ത കൽപ്പനയാണ് ഈ സ്നാനത്തിൻ്റെ കൽപ്പന. അപ്പോൾ മത്തായി സുവിശേഷം 28:19-20 നമുക്കത് കാണുവാൻ കഴിയും. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 15-16 നമുക്ക് കാണുവാൻ കഴിയും. യേശു കർത്താവിൻ്റെ ലാസ്റ്റ് കമ്മീഷൻ ഓർ ഗ്രേറ്റ് കമ്മീഷൻ, നിങ്ങൾ ലോകത്തിനെങ്ങും, ലോക അവസാനത്തോട് ലോകത്തിലെങ്ങും ചെല്ലുക. ഹല്ലേലൂയ സ്തോത്രം. വിശ്വസിക്കുന്ന ഏവരെയും സുവിശേഷം അറിയിക്കുക, വിശ്വസിക്കുന്ന ഏവരെയും സ്നാനപ്പെടുത്തുക എന്നൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിയും. യേശു കർത്താവിൻ്റെ അന്തിമ കൽപ്പനയിൽ ഒന്നാണ് ഈ സ്നാന ശുശ്രൂഷ. അപ്പോൾ യേശു കൽപ്പിച്ച ഈ കൽപ്പനയിലൂടെ നാം ചെയ്യുന്നത് എന്താണ്? യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാന ആ ശുശ്രൂഷയിൽ ഏകീഭവിക്കുന്നു. യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാന ശുശ്രൂഷയിൽ നാം ഏകീഭവിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഒരു വ്യക്തി
സ്നാനക്കൊള്ളക്കടവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ചുറ്റിലും നിൽക്കുന്ന ദൈവമക്കൾക്കും ജനങ്ങൾക്കും ഒരു വലിയ സത്യമാണ്, ഒരു വലിയ ഗോസ്പൽ മെസ്സേജാണ് പാസ്സാക്കുന്നത്. എനിക്കായി സ്തോത്രം, എൻ്റെ പാപങ്ങൾ എല്ലാം ഏറ്റു, എൻ്റെ പാപങ്ങളെല്ലാം തൻ്റെ മേൽ വഹിച്ചു. ക്രൂശിൽ മരിച്ച യേശുവിനോടുകൂടെ ഞാൻ മരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. വെള്ളത്തിൽ മുങ്ങുമ്പോൾ യേശു കർത്താവിനോടുകൂടെ ഞാൻ അടക്കപ്പെടുകയാണ്. വെള്ളത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ യേശു കർത്താവ് നമ്മുടെ പാപമെല്ലാം ക്രൂശിൽ യാഗമർപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ജയാളിയായി തീർന്നു പുറത്തു വരുന്നത് പോലെ ഞാനും എൻ്റെ പാപമെല്ലാം യേശു കർത്താവിനോ ക്രൂശിൽ യാഗമർപ്പിച്ചതുപോലെ ഞാനും എൻ്റെ പാപങ്ങൾക്ക് മരിച്ചു, അടക്കപ്പെട്ടു. ഇതാ ഇപ്പോൾ ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുന്നു, ജനിച്ചിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു വലിയൊരു മെസ്സേജാണ് ആ വ്യക്തിയിലൂടെ കൊടുക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ സ്നാനം ഏൽക്കുന്ന ഒരു വ്യക്തി, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിൻ്റെ കുഞ്ഞായി, പുതിയതായി പിറന്ന ഒരു കുഞ്ഞായി ജനിക്കുന്നു, വീണ്ടും ജനനം പ്രാപിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. വീണ്ടും ജനനം, അതിലേക്കൊക്കെ നമ്മൾ വരാം. അപ്പോൾ വീണ്ടും ജനനം പ്രാപിച്ച് ഒരു പുതിയ കുഞ്ഞായി ജനിക്കുന്നു, പാപത്തിന് മരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. യേശു ക്രിസ്തുവെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യേശു കർത്താവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി യേശു കർത്താവ് പറഞ്ഞ ഈ കൽപ്പനകൾ അനുസരിക്കേണ്ടത് പ്രാധാന്യമേറിയതാണ്. എടുക്കണോ വേണ്ടോ എന്ന ചിന്ത നമുക്കുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക, ഇറ്റ്സ് എ കമാൻഡ്മെന്റ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശു കർത്താവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നുവെങ്കിൽ യേശു കർത്താവിനെ നാം അനുസരിക്കുന്നു എന്നതും കൂടെയാണ്. അപ്പോൾ യേശു കർത്താവിനെ അനുസരിക്കുന്നുവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ സ്നാനം ഏറ്റിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഈ സ്നാനം ഏറ്റിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ലോകത്തിൻ്റെ കർത്തൃത്വം, ലോക മനുഷ്യരുടെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ അധിപതിയായ പിശാചിൻ്റെ കർത്തൃത്വത്തിൽ നിന്നും നമ്മൾ മാറി യേശു കർത്താവിന് ഓതറൈസേഷൻ കൊടുക്കുകയാണ്. നമ്മളെന്ത് ചെയ്തു? നമ്മെ ഭരിക്കാൻ, നമ്മെ റൂൾ ചെയ്യുവാൻ, ഹല്ലേലൂയ സ്തോത്രം, നാം എന്ത് ചെയ്യുന്നു? യേശു കർത്താവിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആ കൽപ്പനയ്ക്ക് അനുസരിച്ച് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു ക്രിസ്തീയ ജീവിതം ഇവിടെ ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. യേശുവിൻ്റെ കൽപ്പനകളിൽ പ്രാധാന്യമേറിയ കൽപ്പന അനുസരിച്ച് ക്രിസ്തീയ ജീവിതം തുടക്കം കുറിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തീയ ജീവിതം തുടക്കം കുറിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഒന്നാമതായി നാം ചിന്തിച്ചത്, കുറേ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. പക്ഷേ ആദ്യമായിട്ട് നാം ചിന്തിച്ചത് ഇത് യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. ഇറ്റ്സ് എ കമാൻഡ്മെൻറ്റ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്. ഈ ഒരു സ്നാന ശുശ്രൂഷയെ നാം ഒഴിവാക്കാതെ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കുക. ഇതെടുക്കാത്തവർ യേശു കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണം. യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാന ശുശ്രൂഷയുടെ കൂടെ നിങ്ങൾ ഏകീഭവിക്കണോ? ഈ സ്നാനമേൽക്കണം. പാപത്തിന് നിങ്ങൾ മരിക്കണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, നിങ്ങൾ ഈ സ്നാന ശുശ്രൂഷ ഏറ്റെടുക്കണം. മാനസാന്തരപ്പെട്ടു, ദൈവത്തോട് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു, ദൈവം ക്ഷമിച്ചിരിക്കുന്നു. നിങ്ങളും ദൈവത്തിനും അറിയുന്ന കാര്യം. പക്ഷെ യേശു കർത്താവ് പറഞ്ഞ ഈ കൽപ്പന അനുസരിച്ചാലേ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരികയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. കാരണം യേശു കർത്താവ് പറഞ്ഞ വാക്കാണ്, ഒരുവൻ വെള്ളത്താലും പരിശുദ്ധാത്മ സ്നാനത്തിലാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ അവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ ഞാൻ ഒരിക്കൽ സ്നാനമേറ്റിരുന്നു. പക്ഷേ ഏത് സ്നാനമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഈ പഠന പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ
നിങ്ങളെടുത്ത സ്നാനം ശരിയാണോ, നിങ്ങളെടുത്ത സ്നാനം തെറ്റാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴേ നമുക്ക് വിലയിരുത്തുവാൻ കഴിയത്തുള്ളൂ. ഇപ്പോൾ നാം ആദ്യ ഭാഗം ചിന്തിച്ചു, ഒറ്റ വിഷയമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. ഇത് യേശു കർത്താവിൻ്റെ കൽപ്പനയാണ്. മാത്രമല്ല, ഇത് യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാന ശുശ്രൂഷയോടുകൂടെ നാം ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ഏറ്റെടുക്കുമ്പോൾ, ഇതിനായി നമ്മെ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, നാം ആ ശുശ്രൂഷയോടുകൂടെ, യേശു കർത്താവ് ചെയ്തെടുത്ത ആ ശുശ്രൂഷയോടുകൂടെ ഏകീഭവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഏകീഭവിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്, ആദ്യ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത് ഇത് യേശു കർത്താവ് നൽകിയ, പുതിയ നിയമസഭയ്ക്ക് നൽകിയ ഓർഡിനൻസിൽ ഒന്നാണ് ബാപ്റ്റിസം ആൻഡ് ഹോളി കമ്മ്യൂണിയൻ. നമ്മൾ ചിന്തിക്കുന്നത് ബാപ്റ്റിസം. സ്നാപക യോഹന്നാൻ കൊടുത്തിരുന്നത് മാനസാന്തര സ്നാനം. അതിനു മുമ്പായി യഹൂദന്മാരുടെ ഇടയിൽ കാണപ്പെട്ട സ്നാനം പ്രോസിലേറ്റ് സ്നാനം. യേശു കർത്താവ് തൻ്റെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന കാലത്ത് സ്നാപക യോഹന്നാൻ്റെ കൈക്കലിലെടുത്ത സ്നാനത്തിനെ പിതാവാം ദൈവത്തിൻ്റെ നീതി നടപ്പിലാക്കുവാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. ആ സ്നാനത്തിലേക്ക് യേശു കർത്താവ് ഈ ലോകത്തിൽ ശുശ്രൂഷിച്ചപ്പോൾ ആ വചനം കേട്ട് യേശു കർത്താവിനെ വിശ്വസിച്ച്, ആ വാക്കുകൾ കേട്ട് വിശ്വസിച്ച് ഒരു കൂട്ടം ജനം സ്നാനപ്പെട്ടിരുന്നു. ശിഷ്യന്മാരുടെ കൈക്കീഴിൽ യേശു സ്നാനം കൊടുത്തിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതൊക്കെയാണ് നാം ചിന്തിച്ചത്. പക്ഷേ പുതിയ നിയമസഭയ്ക്ക് യേശു കർത്താവ് നൽകിയ ഈ ഓർഡിനൻസിൽ നമ്മളിലൂടെയാണ് അവർ ഇതിനു മുമ്പായി ചെയ്തിരുന്ന ആ മാതൃകകൾ നമ്മളിലൂടെയാണ് പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത്. കാരണം യേശു കർത്താവിൻ്റെ മരണ അടക്ക പുനരുത്ഥാന ശുശ്രൂഷയിൽ നാം സ്നാനമേൽക്കുമ്പോൾ ഏകീഭവിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു മാനവരാശിയുടെ പാപങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു 3-ാം ദിവസം. അതേപോലെ ആ ഒരു ശുശ്രൂഷയിൽ ഏകീഭവിച്ച് നാമും നമ്മുടെ പാപത്തിന് മരിച്ചു, യേശു ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, യേശു ക്രിസ്തുവിനോടുകൂടെ പുതിയ ഒരു മനുഷ്യനായി പുറത്തേക്ക് വരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമുക്ക് ചിന്തിക്കാം.